ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് സാറ്റർഡേയും ക്ലാസ് ഉണ്ടായി. അപ്പൊ ക്ലാസ്സിലേക്ക് രാവിലെ പോകാൻ തന്നെ ഒരുങ്ങുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്കിൻ കെയർ പ്രൊഡക്റ്റ്. ഇതൊരു മോച്ചി ടോണറാണ്, കൊറിയൻ ബ്രാൻഡ്. കുറേ നാളത്തെ വിഷ് ലിസ്റ്റിന് ശേഷം പെട്ടെന്നുണ്ടായ ഒരു ഓഫറിൽ ഞാൻ അങ്ങനെ കണ്ടു വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ്. ആൻഡ് ഇത് തരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു റിസൾട്ട്, ഇറ്റ്സ് റിയലി അമേസിങ്. എന്റെ ഡ്രൈ സ്കിൻ ആണ്. അപ്പൊ എനിക്ക് ഡ്രൈ സ്കിന്നിനെ ഭയങ്കര ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും എന്തിനൊക്കെയോ സഹായിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയി തോന്നാറുണ്ട്. ഫുൾ സ്കിൻ കെയർ ഞാനോട് ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ എന്റെ സൺസ്ക്രീൻ, എന്റെ ഒരു മടി വ്ളോഗിൽ ഞാൻ എന്റെ ഈ സൺസ്ക്രീൻ ഇട്ടായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് വൺ. പക്ഷെ തീർന്നു വേണ്ട, ഞാൻ മുറിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അന്ന് യൂസ് ചെയ്തിട്ട് പിന്നെ ഞാൻ നാട്ടിൽ പോയി. ഇപ്പൊ വന്നിട്ട് നോക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കട്ടപ്പിടിച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ, ആകെ ഫുള്ള് കേടാ പോലെ. ഐ ചേഞ്ച് ഇറ്റ്. എനിക്കിങ്ങനെ പല പല സൺസ്ക്രീൻസ് ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പം ബെസ്റ്റ് ഇത് കണ്ടുപിടിക്കാനായിരിക്കും. അങ്ങനെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് പിറ്റേന്ന് ഞാൻ മേ ബി വേറെ സൺസ്ക്രീൻ ആയിരിക്കും യൂസ് ചെയ്യാം. അങ്ങനെ എന്റെ കയ്യിൽ തീരാനായ സൺസ്ക്രീൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ലാസ്റ്റിലോട്ട് എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യാൻ. തീരാനായിട്ട് പിന്നെ മുറിച്ച് ഉപയോഗിക്കുന്ന വേറൊരു ഡോക്ടർ ഷെത്തിന്റെ സൺസ്ക്രീൻ ആണ് ഇത്. സത്യം പറയാലോ, ഇതിന്റെ സൺസ്ക്രീൻ ഇസ് റിയലി ഗുഡ്. ഞാനല്ല ഇങ്ങനെ നല്ലതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂസിങ് ആവും, ഞാൻ മേ ബി ഇതിനെ കള്ളം പറയുന്നതെന്ന്. പക്ഷെ ഞാൻ പറയാലോ, എന്റെ ഡ്രൈ സ്കിന്നിന് ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും റീപർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ റിയലി ഗ്രേറ്റ് വൺ. ഫൈനലി എ ലിപ്സ്റ്റിക്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് യൂസ് ചെയ്ത ലിപ്സ്റ്റിക് ആയിരിക്കില്ല ഞാൻ നാളെ യൂസ് ചെയ്യാം. മുന്നിൽ ഏതാണോ കാണുന്നത് അതായിരിക്കും യൂസ് ചെയ്യുക. ടുഡേ ഐ എം യൂസിങ് ഡാലിയാസ് വിച്ച് ഈസ് ഫ്രം നൈക്ക. അങ്ങനെ മൊത്തത്തിൽ ഇറങ്ങി ഇന്ന് കോളേജിലേക്ക് പോയി. അപ്പോൾ ഓക്കെ, ബൈ.